നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയിൽ മുൻപിരുന്ന ചീഫ് ജസ്റ്റിസുമാരിൽ പലരും ശക്തമായി സംഘപരിവാർ ആധിപത്യം കാത്തു സൂക്ഷിച്ച വ്യക്തികളാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഒരു BJP സഹയാത്രികനാണ് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പരമാവധി സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായതും അതിനെ എതിർത്തവരെ ഒക്കെ, അതിന് ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും അവരെയൊക്കെ വലിയ തോതിൽ ഒതുക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴിതാ ജഗദീപ് ധൻഖർ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകുകയാണ്. BJPയുടെ മാസ്ക് അഴിച്ചിരിക്കും എന്ന് പറഞ്ഞു തന്നെയാണ് വരുന്നത്. കുറച്ചുനാൾ ഗ്യാപ്പ് എടുത്ത് നിശബ്ദനായി അദ്ദേഹം ഇരുന്നത് കൃത്യമായ പ്ലാനോടുകൂടി തന്നെയാണ്. തന്നെ അപായപ്പെടുത്താൻ പദ്ധതിയിടുന്നു എന്ന് മനസ്സിലാക്കി, അതല്ലെങ്കിൽ തൻ്റെ ഏതൊരു അഭിപ്രായവും കൃത്യമായി ഖണ്ഡിക്കാൻ PR വർക്ക് നടക്കും എന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ മനുഷ്യൻ ഇത്രയും നാളും ഒന്നും തന്നെ ഉരിയാടാതെ മൗനം പാലിച്ചിരുന്നത്. എന്നാൽ എത്ര നാൾ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ കഴിയും? എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്, ഒരു അതിലുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ജഗദീപ് ധൻഖർ തിരിച്ചു വരാൻ പോകുന്നത്. ധൻഖറിനെ പോലുള്ളവരെ തിരിച്ചിറക്കി ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഏതൊക്കെ നിലയ്ക്കാണ് സംഘപരിവാർ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ പ്രലോഭിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും. നമുക്കറിയാം, BJP ഒപ്പം കൂടിയവരെ പലരെയും ഏതൊക്കെ തരത്തിലാണ് ഭീഷണിപ്പെടുത്തി അവരെ ഒപ്പം നിർത്തുന്നത്. അജിത് പവാറിനെ പോലുള്ള അഴിമതിക്കാരായിട്ടുള്ള, അഴിമതി ആരോപണം നേരിടുന്ന നിരവധിയായ രാഷ്ട്രീയ നേതാക്കൾ BJPയുടെ കൂടെ തന്നെ നിന്നേ മതിയാവുകയുള്ളൂ, ഇല്ലെങ്കിൽ തിഹാർ ജയിലിലേക്ക് പോകുമെന്ന് 100 തരമാണ്. അങ്ങനെയുള്ളവരാണ് കൂടുതലും BJPയിലേക്ക് ആകൃഷ്ടരാകുന്നത്. കാരണം അവർക്ക് മറയ്ക്കാൻ, ഒളിക്കാൻ പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ സത്യസന്ധരായവരെ കൃത്യമായി കള്ളക്കേസിൽ കൊടുക്കാനും BJP നേതൃത്വത്തിന് നന്നായി അറിയാം. അതിനുള്ള ഭീഷണിയാണ് ഉയർത്തുന്നത്. ജഗദീപ് ധൻഖറിനെ അറസ്റ്റ് ചെയ്യാൻ, അദ്ദേഹത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാനും BJP നേതൃത്വം ശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളെ അറിയാൻ. അദ്ദേഹത്തെ അവിടെ നിന്നും, സ്ഥാനത്തു നിന്നും, ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ഏകപക്ഷീയമായി BJP നീക്കിയതാണ്. അദ്ദേഹം രാജിവെച്ചു എന്നുള്ളത് ഒരു താൽക്കാലികമായൊരു പ്രോസസ്സ് മാത്രമാണ്, ഒരു ചടങ്ങ് എന്ന രീതിയിൽ. യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ഈ പോസ്റ്റിന് സ്യൂട്ടല്ല, നിങ്ങൾ സംഘപരിവാർ നേതാക്കളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നില്ല എന്ന പേരിലാണ് അദ്ദേഹത്തിനെ മാറ്റിയത്. അത് കൃത്യമായി മനസ്സിലാക്കിയാണ് സുപ്രീം കോടതിയിൽ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും ഒക്കെ കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നത്.